PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. 3rd ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിലെ പേജ് നമ്പർ 15. പേജ് നമ്പർ 15 നമ്മൾ അടുത്ത ടോപ്പിക് പറഞ്ഞിരുന്നു ഔട്ടർ ആംഗിൾസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. പോളിഗൺസ് എന്ന പാഠത്തിലെ ഔട്ടർ ആംഗിൾസ്. നമ്മളിപ്പോ പോളിഗൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. എത്ര പോളിഗൺസ് ഉണ്ട്? കുറെ ഉണ്ട് പോളിഗൺസ്. എത്ര വശം പോളിഗൺസ് എന്ന് വെച്ചാൽ എന്താ? മൂന്നോ മൂന്നിനേക്കാൾ കൂടുതലോ 3 വശങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള സൈഡ്സ് ഉള്ള ഏതൊരു ഫിഗറിനെയും ടോട്ടൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് പോളിഗൺസ് എന്നത്. അപ്പൊ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ രണ്ട് വര വരച്ചാൽ ഒരിക്കലും ഒരു പോളിഗൺ ആവില്ല. അത് കൂട്ടി മുട്ടി 3 ഒരു ട്രയാങ്കിൾ ആവണം അല്ലെ. ട്രയാങ്കിൾ ആണ് ഏറ്റവും സ്മോളസ്റ്റ് ഫോം ഓഫ് പോളിഗൺ. പോളിഗണിലെ ഏറ്റവും ചെറുത് 3 വശം. പിന്നെ നമുക്ക് എത്ര വശം വേണമെങ്കിൽ ഉള്ളതാക്കി ഇങ്ങനെ വലുതാക്കി നമുക്ക് പോവാം. അപ്പോ 3ഓ 3നേക്കാൾ കൂടുതലോ സൈഡ്സ് ഉള്ള ഒരു ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോളിഗൺസ്. ആ പോളിഗൺസ് നമ്മൾ പറഞ്ഞു തന്നിരുന്നത് കഴിഞ്ഞ ദിവസം പേരുകളൊക്കെ പറഞ്ഞതാണ് അല്ലെ. ട്രയാങ്കിൾ, സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ എന്നൊക്കെ പറയും ചതുർഭുജങ്ങളെ. ക്വാഡ്രിലാറ്ററൽസ്, പിന്നെ പെന്റഗൺ, ഹെക്സഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ഡെക്കഗൺ. 10 വരെ പറഞ്ഞതാ. എല്ലാത്തിന്റെയും ആംഗിൾസ് കാണാൻ എല്ലാവർക്കും പഠിച്ചു അല്ലെ. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് നമ്മൾ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ കാണാനുള്ള ഫോർമുല പഠിച്ചത്? n-2 × 180. അപ്പൊ എത്ര വശമുള്ള ഒരു പോളിഗൺ തന്നാലും ഒരു ബഹുഭുജം തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്നിന്റെ അവിടെ വശത്തിന്റെ നമ്പർ ഇട്ടാൽ മതി അല്ലെ. ഇപ്പൊ 100 വശമുള്ള ഒരു പോളിഗൺ വരയ്ക്കാൻ പറയാണ്. വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആംഗിൾസിന്റെ സമ്മ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? 100 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു പോളിഗന്റെ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ആന്തര കോണിന്റെ തുക കാണണമെങ്കിൽ 100 - 2 അല്ലെ × 180 ചെയ്താൽ മതി. 98നെ × 180. അപ്പൊ എത്ര വശം ഉണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഇന്നർ ആംഗിൾസ് കാണാൻ കിട്ടും. ഇന്റീരിയർ ആംഗിളിന്റെ സമ്മ് കാണാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മൾ ഔട്ടർ ആംഗിൾ ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ കാണണമെങ്കിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങോട്ട് വരച്ചാൽ ഈ ട്രയാങ്കിളിൽ നമുക്ക് ഇതാണ് ഈ ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾ. എല്ലാ വെർട്ടസിലും വരയ്ക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വരും. അതേപോലെ ഇത് ഇങ്ങോട്ട് നീട്ടിയാൽ ഇവിടെ ഔട്ടർ ആംഗിൾ. എവിടെ വേണമെങ്കിലും വരയ്ക്കാം. 3 സൈഡിലും വരയ്ക്കാൻ പറ്റും. 3 വെർട്ടസിന് 3 ഔട്ടർ ആംഗിൾസ് ഉണ്ട് നമുക്ക് ഇല്ലേ. അപ്പോ ഇവിടെ ഈ ഔട്ടർ ആംഗിളിന്റെ പ്രത്യേകത എന്താണെന്നാണ്. ദ ആംഗിൾ ഈസ് കോൾഡ്. ഈ ആംഗിളിനെയാണ് ഇപ്പൊ നമ്മള് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC ഇതിന്റെ ഇന്നർ ആംഗിൾസ് മനസ്സിലാക്കട്ടെ ശരിക്കും. ഇതും Aയും Bയും Cയും ഇത് ഇന്നർ ആംഗിൾസ്. ആൻഡ് ദിസ് വൺ BCD ആണ് ഇതിന്റെ ഔട്ടർ ആംഗിൾ. ഇതിന്റെ ബാഹ്യകോൺ. എന്താണ് ബാഹ്യകോൺ? എന്താണ് ഔട്ടർ ആംഗിൾ? പുറംകോണ് എന്ന് പറഞ്ഞാൽ ഈ കോണിന്റെ ത്രികോണത്തിന്റെ ഒരു പുറംകോൺ അല്ലെങ്കിൽ ബാഹ്യകോൺ എന്ന് പറയും. ഇതിനെയാണ് നമ്മള് ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് നമ്മള് പറയുന്നത്. ഇനി ഈ ഔട്ടർ ആംഗിളും ഈ ഇന്നർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ഇത്രയും നിങ്ങൾക്ക് ഇതിപ്പോ പഠിക്കാനുള്ളൂ. എന്താ ഇത് പറയുന്നത്? ഇതും തമ്മിലുള്ള റിലേഷൻ എന്താ? പടം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇല്ലേ. എന്താണ് തമ്മിലുള്ള റിലേഷൻ? ദിസ് ഇസ് എ ലീനിയർ പെയർ ആണോ? ഒരു വരയമേ ഉണ്ടാകുന്നു. ഒരു വരേനെ ഏതെങ്കിലും ഒരു ലൈനിനെ നമ്മള് വേറൊരു ലൈൻ കൊണ്ട് ഇന്റർസെക്ട് ചെയ്താൽ ഛേദിച്ചാൽ കിട്ടുന്ന ഈ 2 ആംഗിൾസും കൂടി കൂട്ടിയാൽ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് 180 ആയിരിക്കും. ലീനിയർ പെയർ ആണ്. അപ്പോ ഒരു ഇന്റീരിയർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂടി കൂട്ടിയാൽ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇത് ഇന്നർ ആംഗിളും ഇത് ഔട്ടർ ആംഗിളും അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ അപ്പൊ എപ്പോഴും എന്താവുള്ളൂ? ഇറ്റ് ഷുഡ് ബി ഓൾവേസ് 180 എന്ന് എഴുതി വെക്കാതെ. ദ ഇന്നർ ആൻഡ് ദ ഔട്ടർ ആംഗിൾ at each vertex
ഫോം എ ലീനിയർ പെയർ. ഓരോ മൂലയിലും അകക്കോണും പുറം കോണും കൂടി കൂട്ടിയ രേഖീയ ജോഡിയാണ്. തിയറി കിട്ടിയോ? ഇത് ഒരു ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് വരക്കണേന്ന് നോക്കാം. ഒരു ക്വാഡ്രിലാറ്ററൽ, ഇതിന്റെയും ഇതാണ് ഔട്ടർ ആംഗിൾ അല്ലെ. ഈ 4 ഇന്നർ ആംഗിളും ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇന്നർ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. കാരണം അത് രണ്ടും കൂടി കൂട്ടിയാൽ എപ്പോഴും എന്താണ്? 180 ആണ്. ഇവിടെ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി കൂട്ടിയാൽ it should be always 180. ഇത് വെച്ചില്ല എല്ലാവരും? The inner and the outer angle at each vertex form a linear pair. ഓരോ മൂലയിലും അകക്കോണും പുറം കോണും രേഖീയ ജോഡിയാണ്. അത് ഏത് ഫിഗർ ആയാലും കേട്ടോ. ഇനി പെന്റഗൺ ആയാലും ഹെക്സഗൺ ആയാലും ഏതിന്റെ ആയാലും ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടി കൂട്ടിയാൽ 180. ഇനി നമ്മൾ കണക്കുകൾ ചെയ്യാം. അപ്പൊ ആദ്യത്തെ തിയറി നമ്മൾ പഠിച്ചു, സം ഓഫ് ദ ഇന്നർ ആംഗിൾ. ഇപ്പൊ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടി കൂട്ടിയ 180. ഇനി ഔട്ടർ ആംഗിൾ കാണാൻ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതിന് മുൻപ് കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 51 കണക്കുകളാണ് ഞാൻ പറഞ്ഞിട്ട് സൈഡിലെ പേജ് നമ്പർ എഴുതി വെക്കുക കേട്ടോ. ഏത് പ്രോബ്ലം നമ്മൾ ചെയ്ത് തുടങ്ങണേ എന്നുള്ളത് പേജ് നമ്പർ 51 എല്ലാവരും എഴുതി വെക്കുക. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 angles of the triangle is 40 and 60. Calculate all its outer angle ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ത്രികോണത്തിലെ, മലയാള മീഡിയയുടെ ചോദ്യം, ഒരു ത്രികോണത്തിന്റെ 2 കോണുകളും 40 ഡിഗ്രി 60 ഡിഗ്രി, അതിന്റെ എല്ലാ പുറം കോണുകളുടെ അളവുകളാണ് നമുക്ക് കാണേണ്ടത്. എല്ലാ പുറം കോണുകളും. ഒരു ട്രയാങ്കിൾ, ചോദ്യം ഇതാണ്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? ദിസ് ഇസ് ദ ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിളിന്റെ പേര് കൊടുക്കാം ABC. And all the outer angles കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ ഉള്ളിലെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 40 and 60 ആണ്. ഇത് 40 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയും ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ എല്ലാത്തിന്റെയും ഔട്ടർ ആംഗിൾ, ദാറ്റ് മീൻസ് ഇവിടെ ഈ ആംഗിൾ അല്ലെ. ഇനി ഈ വരെ എവിടെയാണ്? ഇവിടെയാണ് ഔട്ടർ ആംഗിൾ. ഇവിടെ എന്താണ്? ഇതാണ് ഔട്ടർ ആംഗിൾ. സിയുടെ ഔട്ടർ ആംഗിൾ ഇത്. ഇവിടെ ഇത് കാണണം, ഇത് കാണണം. ഈ 3 ആംഗിൾസും കണ്ടുപിടിക്കണം. ഈ ഉള്ളിലെ ഒരു ആംഗിളും കണ്ടുപിടിക്കുക. ആംഗിൾ കണ്ടുപിടിക്കാൻ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷുവർ ആയിട്ട് വരുന്നതാണ്. അത് എളുപ്പമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം തന്നെ ട്രയാങ്കിളിന്റെ ഉള്ളിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. കാരണം ഇത് 40ഉം ഇത് 60ഉം ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. ഇവിടെയൊക്കെ നമുക്ക് കിട്ടും. എങ്ങനെ കിട്ടാം? നമ്മളിപ്പോ പറഞ്ഞ തിയറി. ഏത് തിയറി വെച്ചോ? രേഖീയ ജോഡി, ലീനിയർ പെയർ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണ്? 180. 180 നമ്മൾ എന്താ പറയാ? ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അതിനു മുമ്പ് നമ്മള് ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണെന്ന് പഠിച്ചു ഇല്ലേ? ആന്തര കോണിന്റെ തുക. ഒരു ത്രികോണത്തിന്റെ ആന്തര കോണിന്റെ തുക. ദ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. മലയാള മീഡിയക്കാര് അവർക്ക് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരെ വാക്കുകൾ. ഇന്റീരിയർ ആംഗിളിന്റെ ആന്തര കോണിന്റെ തുക. തുക കാണുമ്പോ എത്രയാ തുക? സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്. ഇന്നർ ആംഗിൾസിന്റെ തുക എന്ന് പറഞ്ഞത് 180 ഡിഗ്രി ആണ്. അത് നമ്മൾ പഠിച്ചതല്ലേ, പറഞ്ഞതല്ലേ. അപ്പോ 40ഉം 60ഉം കഴിഞ്ഞാൽ പിന്നെ ഇത് എത്രയായിരിക്കും? 40 പ്ലസ് 60 എത്രയാ? 100. അപ്പൊ 180 മൈനസ് ഈ 40 പ്ലസ് 60. 40ഉം 60ഉം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 100 ആണ്. അപ്പൊ 180 100 കുറച്ചാൽ ഇവിടെ എത്ര കിട്ടി? ബാക്കി 80 അല്ലെ. 180 മൈനസ് 100 ഇസ് ഈക്വൽ ടു 80. സ്റ്റെപ്പ് എഴുതാൻ കിട്ടിയില്ല എല്ലാവർക്കും? അപ്പൊ ഈ ആംഗിൾ എല്ലാവർക്കും കിട്ടി 80. ഇനി എളുപ്പമാണ്. ഇപ്പൊ ഈ 3 ആംഗിൾസ് കിട്ടിയാൽ 3ന്റെ ഔട്ടർ ആംഗിൾസ് കിട്ടും. വേഗം പറഞ്ഞോ. ഇത് എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? 180 ടോട്ടൽ 180 ആണ്. മൈനസ് 60 എത്ര കിട്ടി? 120 ഡിഗ്രി എഴുതണം കേട്ടോ.
120 ഡിഗ്രി. എല്ലാത്തിനും ആംഗിൾസ് എഴുതുമ്പോൾ എപ്പോഴും ഡിഗ്രി എഴുതണം. ഇത് 120 ഡിഗ്രി. ഇനി ഇവിടത്തെ ടോട്ടൽ 180 അല്ലെ, മൈനസ് ഈ 40 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടി? 180 40 കുറച്ചാൽ ബാക്കി എത്ര കിട്ടി? ഇവിടെ 140 ഡിഗ്രി കിട്ടിയോ എല്ലാവർക്കും? ഇനി ഇവിടെ 80 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 180 മൈനസ് 80 എത്ര കിട്ടി? ഇവിടെ ദിസ് വൺ ഈസ് 100 ഡിഗ്രി. എല്ലാം കിട്ടിയില്ലേ? എളുപ്പല്ലേ? അപ്പൊ ആദ്യം തന്നെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇന്നർ ആംഗിളിന്റെ സം 180 ആണ്. എഴുതി വെക്കണം കേട്ടോ. സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്, ആന്തര കോണിന്റെ തുക 180 ആണ്. അതുകൊണ്ട് 180 ഈ 40 പ്ലസ് 60 കുറച്ചപ്പോ 40 പ്ലസ് 60 100, അത് കുറച്ചപ്പോ കിട്ടിയത് 80 ആണ്. സോ ദിസ് ആംഗിൾ ഈസ് എത്രയാ? ഈ ആംഗിൾ നമുക്ക് കിട്ടിയ എത്രയാണെന്ന്? 80 ഡിഗ്രി ആണ് കിട്ടി. ഇത് 40, ഇത് 60, 100. അപ്പൊ 180 കുറച്ചപ്പോ ഇത് 80. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഓരോന്നിന്റെയും ഔട്ടർ ആംഗിൾ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ തിയറിയാണ്. ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടി കൂട്ടിയാൽ 180. അത് എല്ലാത്തിലും അങ്ങനെയാണ്. അപ്പൊ ഇത് 60 ആണെങ്കിൽ 180 60 കുറച്ചപ്പോ ഇത് 120 കിട്ടി. ഇവിടെ 180 40 കുറച്ചപ്പോ 140 കിട്ടി. 180 80 കുറച്ചപ്പോ 100 കിട്ടി. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത കണക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിപ്പോ എല്ലാവരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു പടമാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു ഔട്ടർ ആംഗിൾ കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഈ വശത്തിന്റെ ഇങ്ങോട്ടാണ് നീട്ടിയിരിക്കുന്നത്, ഈ വശത്തിന്റെ ഇങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്, ഇത് അങ്ങോട്ട് നീട്ടിയിട്ടുണ്ട്. ഇനി ഇന്നർ ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ ഒരെണ്ണം തന്നിട്ടുണ്ട് 35 ഡിഗ്രി, വേറെ ഒന്നും തന്നിട്ടില്ല. ആൻഡ് ഈ ഔട്ടർ ആംഗിൾ ആണ് തന്നിരിക്കുന്നത് 105. ഇത്രയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ഇനി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേര് കൊടുക്കണം അല്ലെ. ഇവിടെ എ, ഇത് ബി, ഇത് സി. 3 പേര് ഇഷ്ടമുള്ള സ്ഥലത്ത് പേര് കൊടുക്കാം കേട്ടോ. എ ബി സി. പക്ഷെ ഒരു ഓർഡറിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. എ ബി സി നമ്മൾ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണേണ്ടത് 3 എത്ര, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ട്, ചോദ്യം എഴുതാം കേട്ടോ. കമ്പ്യൂട്ട് ഓൾ ദ ആംഗിൾസ് ഇൻ ദ ഫിഗർ. കമ്പ്യൂട്ട് ഓൾ ദ ആംഗിൾസ്, ചിത്രത്തിലെ എല്ലാ കോണുകളും കണ്ട് പിടിക്കണം. എല്ലാ കോണും നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇന്റീരിയർ ആംഗിളെ തന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 2 ഇന്നർ ആംഗിൾസ് തന്നാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ഒരു ഇന്നർ ആംഗിൾ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് ഇന്നർ ആംഗിൾസ് ആണ് കാണേണ്ടത്. അതിന് നമ്മുടെ കയ്യിൽ ഒരു തിയറി എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 105 നമ്മൾ എന്താ ചെയ്യേണ്ടത്? 105 കുറയ്ക്കണം വേണ്ടേ? ഏതിൽ നിന്ന്? 180 മൈനസ് 105 എത്ര കിട്ടി? 180 105 കുറച്ചാൽ ഇവിടെ കിട്ടുന്നത് എത്രയാ? 75 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 75 ഡിഗ്രി. അത് കിട്ടിക്കഴിഞ്ഞു എല്ലാവരും. കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് കാണേണ്ടത് എന്താണ്? 2 ആംഗിൾ കണ്ടു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ അത് എത്രയാന്ന് നോക്കാം. ഇത് എത്രയാന്ന് അറിയണമെങ്കിൽ ഇത് 3 കൂടി കൂട്ടിയാൽ എന്താണ്? ആംഗിൾ എ, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ആണ്. കാരണം എന്താ? സം ഓഫ് ദ ഇന്നർ ആംഗിൾസ്, ആന്തര കോണിന്റെ തുക 180 ആണ്. അപ്പൊ 35 പ്ലസ് 75 എത്ര കിട്ടും? 35. ഇത് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75. ഇത് 75 പ്ലസ് ഇത് 35. അപ്പൊ എത്ര കിട്ടി ഇവിടെ? 110. അപ്പോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോ എന്താണ് ഇവിടെ? 110. ആംഗിൾ എ പ്ലസ് ഇത് ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി നമുക്ക് കിട്ടി 110. ഇതാണ് 180. therefore ആംഗിൾ എ ഈസ് ഈക്വൽ ടു ഈ 110 ഇങ്ങോട്ട് കൊണ്ടുവരിക. എത്ര കിട്ടും? 180 110 കുറച്ചാൽ that is 70 ഡിഗ്രി. ഇവിടെ 70 ഡിഗ്രി കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാൻ
75 ആണ് കേട്ടോ. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 180 നിന്ന് 105 കുറച്ചു. ടോട്ടൽ 180 ആണ്. അപ്പൊ ഈ 105 നമ്മൾ കുറച്ചപ്പോ നമുക്ക് കിട്ടിയത് എത്രയാണ്? 75 കിട്ടി. രണ്ട് ആംഗിൾസ് 75 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കിട്ടും എന്താണ്? 70 ഡിഗ്രി. കാരണം നമ്മൾ മൂന്നും കൂടി കൂട്ടി എയും ബിയും സിയും കൂടി കൂട്ടുമ്പോ 180 കിട്ടണം. അപ്പോ 75 പ്ലസ് 35 എത്ര കിട്ടുന്നത്? 180 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 110. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 110 വേണം. ഇത് 110 വേണമെങ്കിൽ 180 110 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്രയാണെന്ന്? 70 ഡിഗ്രി. ഇനി നമ്മൾ കാണേണ്ടത് ഇതിന്റെ ഔട്ടർ ആംഗിൾസ് ആണ്. ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? ടോട്ടൽ 180 ആണ്. 180 എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആംഗിൾ സി സിക്കൽ ആംഗിൾ സിയുടെ ഔട്ടർ ആംഗിൾ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 180 70 മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 180 70 കുറയ്ക്കുമ്പോ ഇത് 110 ഡിഗ്രി. ഇനി ഈ ഔട്ടർ ആംഗിൾ ഇത് 35 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 180 മൈനസ് 35 അല്ലേ? 180 35 കുറച്ചാൽ ബാക്കി ഇവിടെ എത്ര വന്നത്? 145. അപ്പൊ 3 ആംഗിൾസും കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇല്ലേ? 3 ആംഗിൾസ് കണ്ടുപിടിച്ചു. 3 എക്സ്റ്റീരിയർ ആംഗിൾസും കണ്ടുപിടിച്ചു. ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും. ഒരു ആംഗിൾ ഇവിടെ തന്നിരുന്നു, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ തന്നിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ഇന്നർ ആംഗിൾസ് ആണ് തന്നിരുന്നത്. 2 ഇന്നർ ആംഗിൾസ് തന്നപ്പോഴും നമ്മൾ എല്ലാ ആംഗിൾസുകളും നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും തന്നപ്പോൾ അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 ആംഗിൾസ് തന്നാൽ നമുക്ക് ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കിട്ടിപ്പോ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും തന്നു. ആദ്യ ക്വസ്റ്റ്യനിൽ 2 ഇന്നർ ആംഗിൾസ്. അപ്പൊ ഏതായാലും 2 ആംഗിൾസ് കിട്ടിയാൽ നമുക്ക് 3 എണ്ണത്തിന്റെയും ഇന്നർ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും, 3 ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കണക്ക്, മൂന്നാമത്തെ കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.